ഹലോ എവരിവൺ, വെൽക്കം ടു റോട്ടോ ടോക്സ്. അങ്ങനെ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തായാലും ആർ സി ബി ഫാൻസിൻ്റെ സപ്പോർട്ട് നമുക്ക് നമ്മുടെ സ്റ്റാർട്ടിങ് തൊട്ട് നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് തരുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ 200 ലൈക്ക് തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നലെ ലക്നൌവിൻ്റെ ഹോം സ്റ്റേഡിയമായ ഏക്ന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ആർ സി ബി വേഴ്സസ് SRH മത്സരം. SRHൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അവരെ ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു. ആർ സി ബി ഓൾറെഡി ക്വാളിഫൈ ആയി കഴിഞ്ഞു. പക്ഷേ ക്വാളിഫൈ ആയ ടീമുകൾക്കൊക്കെ ഇപ്പോൾ കുറച്ച് പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസം GT ഒരു വലിയ തോൽവി ഏറ്റുവാങ്ങി. അതിനോട് സമാനമായ രീതിയിൽ വലിയൊരു തോൽവി തന്നെയാണ് ഇന്നലെ ആർ സി ബി ഏറ്റുവാങ്ങിയത്. SRHനായിട്ടുള്ള മത്സരത്തിൽ ആർ സി ബി ഇന്നലെ തോറ്റു. അതും 10 വിക്കറ്റ് ചേസിങ്ങിന് ഇറങ്ങിയ ആർ സി ബി 10 വിക്കറ്റും നഷ്ടമായിട്ടാണ് ഇന്നലെ മത്സരം തോറ്റത്. SRH ഉയർത്തിയ 231 എന്ന വിജയലക്ഷ്യത്തിന് 39 റൺസ് അകലെ ഇന്നലെ ആർ സി ബി വീഴാനുണ്ടായത്. അങ്ങനെ SRHന് ടൂർണമെൻറ്റ് അവസാനിക്കുന്ന ഘട്ടത്തിൽ ഒരു ആശ്വാസ വിജയം. ആർ സി ബിക്ക് ആകട്ടെ പ്ലേ ഓഫ് എത്താറായ ഒരു സാഹചര്യത്തിൽ കുറച്ച് ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നൊരു തോൽവി തന്നെയാണ്. എന്തായാലും ഈ ഒരു തോൽവി ഒരു പാഠം തന്നെയാണ്. ഇപ്പോൾ GT ആയാലും ആർ സി ബിക്ക് ആയാലും നമ്മൾ പ്ലേ ഓഫിന് മുന്നേ ടീമിൽ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള അവസരമാണ്. അപ്പോൾ നമുക്ക് മത്സരത്തിലോട്ട് വരാം. ഇന്നലെ ടോസ് കിട്ടിയത് ആർ സി ബിക്കാണ്. ആർ സി ബി ബോളിംഗ് ആണ് തിരഞ്ഞെടുത്തത്. ആ തീരുമാനം അത്ര ശരിവയ്ക്കുന്നതായിരുന്നില്ല ആർ സി ബി ബോളേഴ്സിൻ്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് ഓവേഴ്സ്. നമുക്കറിയാം ഹെയ്സൽവുഡ് ഇല്ല ടീമിൽ. പകരം ലുങ്കി എൻഗിഡിയാണ് ഒരു ഫോറിൻ ബേസറായിട്ട് ടീമിലുള്ളത്. അപ്പോൾ ഹെയ്സൽവുഡിൻ്റെ പകരം വയ്ക്കാവുന്ന ഒരാളല്ല ലുങ്കി എൻഗിഡി. ഇന്നലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സ്പെല്ലെറിഞ്ഞതും ലുങ്കി എൻഗിഡിയായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ഇപ്പോൾ ചെന്നൈക്കെതിരെയുള്ള മത്സരത്തിലൊക്കെ മികച്ച രീതിയിൽ എറിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളി അടിപൊളിയായോ, കാരണം നമ്മുടെ കളിക്കുമ്പോൾ ചെണ്ടയായിരുന്നു. പക്ഷേ ഇന്നലെ പുള്ളി ആ ഒരു 50-50 മുകളിൽ റൺസാണ് ഇന്നലെ 4 ഓവറിന് വഴങ്ങിയത്. അപ്പോൾ ബാറ്റിംഗ് തിരഞ്ഞെടുത്തപ്പോൾ അഭിഷേക് ശർമ്മ ഇന്നലെ ഹെഡ് തിരിച്ചു വന്നു. പക്ഷേ ഹെഡിന് വലിയ കാര്യമായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ ഒന്നും നടത്താൻ പറ്റിയില്ല. പക്ഷേ അഭിഷേക് ശർമ്മ ഇന്നലെ 17 ബോളിൽ നിന്ന് 34 റൺസ്, ഒരു കിഡിലൻ സ്റ്റാർട്ട് ചെയ്യാൻ ആ ഒരു ക്വിക്ക് സ്റ്റാർട്ട് തന്നെ ടീമിന് കൊടുക്കുക എന്നുള്ള ആ ഒരു ഉത്തരവാദിത്തം, അത് തന്നെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തം ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യുന്ന ഒരു ഓപ്പണറാണ് അഭിഷേക് ശർമ്മ. ഇന്നലെ ആ ഒരു ടീമിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു പവർ പ്ലേ മാക്സിമം നല്ല രീതിക്ക് തന്നെ യൂട്ടിലൈസ് ചെയ്ത് പിന്നെ അദ്ദേഹം ടീം സ്കോർ 52 നിൽക്കുമ്പോൾ അദ്ദേഹം പുറത്താവുകയാണ്. തൊട്ട് പിന്നാലെ തന്നെ ഹെഡും പുറത്താവുകയാണ്. പക്ഷേ പിന്നീട് എത്തിയ ഇഷാൻ കിഷൻ ആയാലും ക്ലാസനായാലും അവർ തമ്മിലുള്ള ആ ഒരു പാർട്ട്ണർഷിപ്പ്, ഒരു 50 റൺസിന് മുകളിൽ ഒരു പാർട്ട്ണർഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു ക്വിക്ക് ഇന്നിങ്സ് തന്നെ ക്ലാസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നു. അതിനുശേഷം അനികേത് വർമ്മയായിട്ട് വീണ്ടും ഇഷാൻ കിഷൻ ഒരു നല്ലൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുന്നു. ഒരു ടീം സ്കോർ 140 മുകളിലോട്ട് എത്തുന്നു. അതും 12 ഓവറുകളിൽ നിന്നാണെന്ന് ആലോചിക്കണം. അപ്പോൾ തന്നെ ഒരു 12 മുകളിലുള്ള ആ റൺ റേറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു സൺറൈസേഴ്സ്. ഇഷാൻ കിഷനെ സംബന്ധിച്ചിടത്തോളം ഈ സീസൺസ് തുടക്കത്തിൽ തന്നെ ഒരു സെഞ്ചുറിയോടുകൂടി സ്റ്റാർട്ട് ചെയ്യുക, പിന്നീടുള്ള 12 മത്സരങ്ങളിലാകട്ടെ 120 താഴെ മാത്രം റൺസും, ഒരു കിടലിന് സ്റ്റാർട്ട് കിട്ടിയിട്ട് നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത പ്ലെയറാണ് ഈ സീസണിൽ ഇഷാൻ കിഷൻ. അതും 13 താഴെയൊക്കെ ആവറേജും 105 സ്ട്രൈക്ക് റേറ്റ് ഒക്കെ ആയിട്ട്. പക്ഷേ ഈ അവസാന മത്സരത്തിൽ അദ്ദേഹം ആ ഒരു മികവ് അല്ലെങ്കിൽ ഇതുവരെയുള്ള ആ ഒരു പോരായ്മ അല്പം മാറ്റിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഒരു മികച്ച ഇന്നിങ്സ് തന്നെ ഇഷാൻ കിഷൻ്റെ ഭാഗത്തുനിന്നും ആ ക്ലാസനായിട്ടും അനികേത് വർമ്മയായിട്ടും ആ മിഡിൽ ഓർഡറിൽ ഉണ്ടാക്കിയ ആ ഒരു പാർട്ട്ണർഷിപ്പ്, അത് തന്നെയാണ് ടീമിൻ്റെ ആ ഒരു വലിയ സ്കോർ നട്ടല്. അവസാനത്തോടൊക്കെ എത്തുമ്പോൾ ഇഷാൻ കിഷന് ആഞ്ഞടിച്ച്, അതുപോലെ തന്നെ കമിൻസിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. 230 എന്ന് പറയുന്ന വലിയൊരു ടോട്ടലിലേക്ക് അങ്ങനെ എത്തുകയാണ്. നമുക്കറിയാം ഏക്ന സ്റ്റേഡിയത്തിൽ 200 എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ ടോട്ടലാണ്. അപ്പോൾ അതിനോടൊരു 30 റൺസ് അഡീഷണൽ ആയിട്ടാണ് അതിൽ SRH അടിച്ചത്. ബോളിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ സുയാഷ് ശർമ്മേനൊക്കെ തെരഞ്ഞു പിടിച്ചടിക്കുന്ന കാഴ്ച ഉണ്ടായിരുന്നു ഇഷാൻ കിഷൻ. അതുപോലെ നല്ല പട്ടിദാരുടെ തീരുമാനം, അതുപോലെ യശ് ദയാൾ അത്യാവശ്യം നല്ല രീതിക്കാണ് പന്തെറിഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് അതിൽ 3 ഓവർ മാത്രമാണ് കൊടുത്തുള്ളൂ. നേരെ മറിച്ച് ലുങ്കി എൻഗിലിക്കായിട്ട് തൻ്റെ ആ ഒരു കോട്ട മുഴുവനായിട്ട് എറിയാനുള്ള അവസരവും കൊടുത്തു. അപ്പോൾ ഒരുപക്ഷെ അങ്ങനത്തെ ചില തീരുമാനങ്ങളിലായിരുന്നു കുറച്ചുകൂടി റൺസ് കുറവ് വന്നതിന്. ഒരു മികച്ച തുടക്കം തന്നെയാണ് ആർ സി ബിക്ക് കിട്ടുന്നത്. ഫിൽസാൾട്ട് അല്പം സ്ട്രഗ്ലിംഗ് ആയിരുന്നു തുടക്കത്തിൽ. പക്ഷേ കോഹ്ലി ആ ഒരു അറ്റാക്കിംഗ് ആ ഒരു ചുമതല ഏറ്റെടുത്ത് വളരെ മികച്ചൊരു ക്വിക്കുള്ള ഇന്നിങ്സ് കോഹ്ലിയുടെ ഭാഗത്തുനിന്ന്. ഫിൽസാൾട്ടും പിന്നെ കോഹ്ലി പുറത്തായതിനു ശേഷം ഫിൽസാൾട്ട് ആ ഒരു അറ്റാക്കിംഗ് ആ ഒരു ദൗത്യം ഏറ്റെടുത്ത് പിന്നീട് ഫിൽസാൾട്ടിൻ്റെ ഒരു മനോഹരമായ ഇന്നിങ്സ്, അദ്ദേഹത്തിൻ്റെ ഒരു അർദ്ധ സെഞ്ചുറി. അപ്പോൾ ആ കോഹ്ലി ഔട്ടായതിനു ശേഷം ആ ഒരു ഫിൽസാൾട്ടിൻ്റെ ഒരു ഗിയർ ചേഞ്ച് ഉണ്ടായിരുന്നു. അതുവരെ ഉള്ളൊരു രീതിയായിരുന്നല്ലോ ഫിൽസാൾട്ടിൻ്റെ. പക്ഷേ പിന്നീട് അങ്ങോട്ട് വന്ന മിഡിൽ ഓർഡറുള്ള ബാറ്റ്സ്മാൻമാർ, എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ച ഷെപ്പേർഡായാലും അതുപോലെ ടിം ഡേവിഡ് ആയാലും അതുപോലെ തന്നെ പട്ടിദാർ, അദ്ദേഹത്തിൻ്റെ ഒരു ഫോം, ആ ഒരു മോശം ഫോമാണ് പട്ടിദാറിൻ്റെ. അപ്പോൾ അത് എടുത്ത് പറയണം. ബാക്കി എല്ലാവരും നിരാശപ്പെടുന്നൊരു കാഴ്ച. ഒരു ഘട്ടത്തിൽ 10-14 ഓവറിൽ 160 മുകളിലുണ്ടായിരുന്ന ആർ സി ബി സ്കോർ വെറും 3 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ഈസി ആയിട്ട് അവർ ആ ടാർഗറ്റിലോട്ട് എത്തുമെന്ന് തോന്നിച്ച ഒരു സമയത്താണ് മിഡിൽ ഓർഡറിൽ ഭയങ്കരമായിട്ട് വിക്കറ്റ് പോകുന്നൊരു കാഴ്ച. യഷൻ മലിംഗയിലെ ഹർഷദ് ദുബെ ആയാലും ഇന്നലെ മികച്ച രീതിയിൽ തന്നെ പന്തെറിഞ്ഞു. അതുപോലെ കമിൻസിനും ഇന്നലെ ഒരു 3 വിക്കറ്റോളം അദ്ദേഹം കൊടുക്കുന്നുണ്ടായി. അപ്പോൾ ഇന്നലെ ടോട്ടലി ആർ സി ബിയുടെ മിഡിൽ ഓർഡർ ഭയങ്കര ഡിസപ്പോയിൻറ്റ് ചെയ്തു. അതുപോലെ അവരുടെ ആ ഒരു ഹിറ്റർമാരും. ടിം ഡേവിഡ് ഇന്നലെ ഫീൽഡിങ്ങിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് ചെറിയ പരിക്ക് പറ്റിയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം അദ്ദേഹം ബാറ്റിങ്ങിൽ കാണിച്ചു. ഫുഡ് മൂവ്മെൻ്റ് ഒന്നും ഇല്ലാതെയായിരുന്നു ആ ഒരു ഹിറ്റ്. എന്തായാലും ഈ ഒരു മിഡിൽ ഓർഡർ അത് വെച്ചിട്ട് ആർ സി ബി ഇനിയിപ്പോൾ പ്ലേ ഓഫിൽ ഇത്തരത്തിലുള്ള രീതിയാണ് തുടരുന്നതെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും ആർ സി ബിയുടെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഫിനിഷേഴ്സ് അവസരത്തിനൊത്ത് ഉയരേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആർ സി ബിയുടെ ഫിനിഷിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അടിപൊളിയാണ്, അല്ലാന്നല്ല. പക്ഷേ ഇന്നലത്തെ മത്സരത്തിൽ അവർ നിരാശപ്പെടുത്തി. അപ്പോൾ അവർ തിരിച്ചു വരുമെന്ന് വിചാരിക്കാം. പക്ഷേ മെയിൻ പ്രശ്നം അതല്ല, അത് ഹെയ്സൽവുഡിൻ്റെ അഭാവം തന്നെയാണ്. ഹെയ്സൽവുഡിൻ്റെ അഭാവത്തിൽ ഇറക്കുന്ന ആ ഒരു പ്ലെയർ, അദ്ദേഹം ഇന്നലെ ഇപ്പോൾ ലുങ്കിങ്കിടെ ആയിരുന്നു.
അപ്പോൾ അത് ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ പ്ലേ ഓഫിൽ ആ പ്രശ്നത്തെ RCB എങ്ങനെ മറികടക്കും എന്ന രീതിയിലാണ് അവരുടെ സാധ്യതകൾ ഉള്ളത്. അപ്പോൾ എന്തായാലും ചെറിയ കുറവുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോസിലുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ ക്ഷമിക്കുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. എന്തായാലും എനിവേ താങ്ക് യു.